നമസ്കാരം. അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയ അനധികൃത കുടിയേറ്റക്കാരുമായി വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങി. US സൈനിക വിമാനം C-17 ആണ് അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്തർദേശീയ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. 25 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടെ 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് വിമാനത്തിലുള്ളത്. ടെക്സസിലെ സാൻ ആന്റോണിയോ വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലേക്കുള്ള ആദ്യ വിമാനം പുറപ്പെട്ടത്. വിമാനത്താവളത്തിലെത്തുന്നവർക്ക് വേണ്ടി പ്രത്യേക കൗണ്ടർ തുറന്നിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ അടിയന്തരമായി നാട് കടത്തുന്നതിനായി കഴിഞ്ഞയാഴ്ചയാണ് ട്രംപ് സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അമൃത്സറിലെത്തിയവരിൽ ഹരിയാന, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 33 പേർ വീതവും പഞ്ചാബിൽ നിന്നും 30 പേരുമാണുള്ളത്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും 3 പേർ ഛത്തീസ്ഗഡ് സ്വദേശികളുമാണ്. മെക്സിക്കോ ബോർഡറിൽ നിന്ന് പിടികൂടിയവരെയാണ് തിരികെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. US സൈനിക വിമാനം C-17 ആണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 ഇന്ത്യയിലെത്തിയത്. തിങ്കളാഴ്ച രാത്രി ടെക്സസിൽ നിന്നായിരുന്നു വിമാനം പറന്നുയർന്നത്. മെക്സിക്കൻ അതിർത്തി വഴി അനധികൃതമായി അമേരിക്കയിൽ കടന്നവരെയാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചയച്ചത്. ഇനിയും വിമാനങ്ങൾ എത്താമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ഏകദേശം 11 ദശലക്ഷം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടുള്ള കർശനമായ നയങ്ങളുടെ ഭാഗമായി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപ്പാക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ആ നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തിരിച്ചയച്ചവരിൽ കൂടുതലെന്നും റിപ്പോർട്ടുണ്ട്. ബ്ലൂംബർഗ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ ഏകദേശം 18,000 ഇന്ത്യക്കാർ രേഖകളില്ലാതെ താമസിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. 6 വിമാനങ്ങൾ ഇതിനകം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ട്രംപ് അയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ വിഷയം വന്നിരുന്നു. ഇക്കാര്യം വിദേശകാര്യമന്ത്രി S ജയശങ്കറും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലും ചർച്ച നടന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ശരിയെന്നത് നടത്തുമെന്നായിരുന്നു മോദിയുമായിട്ടുള്ള ചർച്ചകളിൽ ട്രംപ് സ്വീകരിച്ച നിലപാടെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. നാട് കടത്തുന്നതിന്റെ ഭാഗമായി ഇതുവരെ 5,000-ലധികം പേരെ ട്രംപ് ഭരണകൂടം തടവിലാക്കിയിട്ടുണ്ട്. എൽപാസോ, ടെക്സസ്, സാന്റിയാഗോ, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ പുറപ്പെട്ടത്. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്കാണ് ഈ വിമാനങ്ങൾ അയച്ചത്. ലാറ്റിൻ അമേരിക്കയിലേക്ക് ഇതുവരെ 6 വിമാനങ്ങളിൽ ആളുകളെ അയച്ചെങ്കിലും 4 മാത്രമേ ലാൻഡ് ചെയ്തുള്ളൂ. ഇവയെല്ലാം ഗ്വാട്ടിമാലയിലാണ് ഇറങ്ങിയത്. കൊളംബിയയിലേക്ക് അയച്ച 2 വിമാനങ്ങൾ അവിടെ ഇറക്കാൻ രാജ്യം അനുമതി കൊടുത്തില്ല. ഇവിടെ നിന്നുള്ളവരെ കൊണ്ടുപോകാൻ കൊളംബിയ 2 വിമാനങ്ങൾ അയച്ചു കൊടുക്കുകയായിരുന്നു. ഇന്ത്യക്കാരടക്കം 5,000-ഓളം അനധികൃത കുടിയേറ്റക്കാരെയാണ് അമേരിക്ക ആദ്യഘട്ടത്തിൽ തിരിച്ചയക്കുന്നത്. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്കാണ് ഇത്രയും പേരെ തിരിച്ചയച്ചത്. US-ലടക്കം ലോകത്തെവിടെയായാലും അനധികൃതമായി താമസിക്കുന്നവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ഇതിനോട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം. 18,000-ഓളം പേർ തിരിച്ചയക്കൽ ഭീഷണി നേരിടുന്നുണ്ടെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം 7.25 ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെന്ന സൂചനകളുമുണ്ട്. അമേരിക്കയിലെ അനധികൃതമായി കുടിയേറി പാർത്തവരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. US-ൽ നിന്നും ഇന്ത്യയിലേക്ക് നാട് കടത്തുന്നവരുടെ കൃത്യമായ എണ്ണം ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും ആ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നുമാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സാധുവായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചെത്തുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഉചിതമായത് ചെയ്യുമെന്നാണ് നരേന്ദ്രമോദി നിലപാടെടുത്തിട്ടുള്ളതെന്നാണ് ട്രംപ് അറിയിച്ചത്. അമേരിക്കയിൽ നിന്ന് യാത്രാ സമയം ഏറ്റവും കൂടുതൽ വേണ്ട രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചെത്തിയതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യക്കാരെ നാട് കടത്തുന്നത്. അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും US പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി സുഗമമാക്കുന്നതിനായി ട്രംപ് ഭരണകൂടം US സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി US മെക്സിക്കോ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്നും റിപ്പോർട്ടുണ്ട്. കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ അയക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ സൈനിക താവളങ്ങൾ തുറക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.